ജീവിതത്തിലെ സകലവിധ സങ്കടങ്ങളും മാറാൻ സങ്കടഹര ചതുർത്ഥിയെക്കുറിച്ചാണ് പറയുന്നത്. 2026 ജൂൺ മാസത്തിലെ സങ്കടഹര ചതുർത്ഥി അഥവാ വിഭുവന സങ്കഷ്ട ചതുർത്ഥി ജൂൺ 4 വ്യാഴാഴ്ചയാണ് ആചരിക്കുന്നത്. ചതുർത്ഥി തിഥി ആരംഭിക്കുന്നത് ജൂൺ 3 രാത്രി 9:21 ചതുർത്ഥി തിഥി അവസാനിക്കുന്നത് ജൂൺ 4 രാത്രി 11:30 ആയതിനാൽ സങ്കടഹര ചതുർത്ഥി ആചരിക്കുന്നത് ജൂൺ 4 വ്യാഴാഴ്ചയാണ്. ജീവിതത്തിലെ സകലവിധ തടസ്സങ്ങളും ദുരിതങ്ങളും നീക്കി ഐശ്വര്യം കൊണ്ടുവരാൻ ഗണപതി ഭഗവാനെ സമർപ്പിച്ചിരിക്കുന്ന അതിവിശിഷ്ടമായ പുണ്യദിനമാണ്. അധിക ജ്യേഷ്ഠ മാസത്തിലാണ് ഈ ചതുർത്ഥി വരുന്നത്. ആയതിനാൽ ഇത് വിഭുവന സങ്കഷ്ട ചതുർത്ഥി എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. ഇത് 3 വർഷത്തിൽ ഒരിക്കൽ മാത്രം വരുന്ന വളരെ അപൂർവവും വിശിഷ്ടവുമായ ചതുർത്ഥിയാണ്. ആയതിനാൽ ഇന്നേ ദിവസം വ്രതമനുഷ്ഠിച്ചും മന്ത്രം ജപിച്ചും ഗണപതി ഭഗവാന് വേണ്ടി മാറ്റിവെക്കുക. അന്നത്തെ വ്രതാനുഷ്ഠാന രീതി എങ്ങനെയാണെന്ന് നോക്കാം. രാവിലെ കുളിച്ച് ഗണപതി ക്ഷേത്രം ഉണ്ടെങ്കിൽ അവിടെ സന്ദർശിച്ച് പ്രാർത്ഥിക്കുന്നത് ഉത്തമമാണ്. അല്ലാത്തവർ വീട്ടിൽ തന്നെ വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുക. അന്നേ ദിവസം ഉപവാസമാണ് അനുഷ്ഠിക്കേണ്ടത്. അതിന് സാധിക്കാത്തവർക്ക് പഴങ്ങളും പാലും മാത്രം കഴിച്ചുകൊണ്ട് വ്രതം അനുഷ്ഠിക്കാം. രാത്രി ചന്ദ്രദർശനത്തിന് ശേഷം മാത്രമാണ് വ്രതം അവസാനിപ്പിക്കേണ്ടത്. ചന്ദ്രദർശനം സാധിക്കാത്തവർക്ക് ശിവഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് ശിവഭഗവാനെ കണ്ട് ശിവഭഗവാന്റെ ശിരസിലുള്ള ചന്ദ്രനെ ദർശിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാവുന്നതാണ്. അന്നേ ദിവസത്തെ പൂജാവിധികൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഗണപതിക്ക് മുന്നിൽ നെയ്യ് അല്ലെങ്കിൽ നല്ലെണ്ണ ഒഴിച്ച് വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുക. ഗണപതി ഭഗവാന് ഏറ്റവും ഇഷ്ടപ്പെട്ട കറുകപ്പുല്ല്, മുക്കുറ്റി, ചുവന്ന തെച്ചിപ്പൂവ് എന്നിവയിൽ ഏതെങ്കിലും സമർപ്പിച്ചുകൊണ്ട് പുഷ്പാർച്ചന ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നത് ഉത്തമമാണ്. ഭഗവാന് നിവേദ്യം വളരെ ഉത്തമമാണ്. ഗണേശന് പ്രിയങ്കരമായ മോദകം അല്ലെങ്കിൽ ലഡു അല്ലെങ്കിൽ അവല്, മലര്, പഴം എന്നിവ നിവേദിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ്. അന്നേ ദിവസം ജപിക്കേണ്ട മന്ത്രങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഗണപതി സ്തുതികളും ഗണപതി ഭഗവാന്റെ മന്ത്രങ്ങളും എല്ലാം നമുക്ക് ജപിക്കാവുന്നതാണ്. എന്നിരുന്നാലും ഗണപതി ഭഗവാന്റെ അനുഗ്രഹത്തിനായി ഈ ദിവസം ഓം ഘം ഗണപതയേ നമ എന്ന മൂലമന്ത്രം, ഓം വിഘ്നേശ്വരായ നമ എന്നീ മന്ത്രങ്ങൾ 108 തവണ ജപിക്കുന്നത് അതിവിശേഷമാണ്. സാധ്യമെങ്കിൽ ഈ ദിവസം വൈകുന്നേരം അടുത്തുള്ള ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തി ഗണപതി ഹോമം അല്ലെങ്കിൽ കറുകമാല, നാളികേരമുടയ്ക്കൽ എന്നീ വഴിപാടുകളെല്ലാം കഴിപ്പിക്കുന്നതും അതിവിശേഷമാണ്. ചന്ദ്രദേവന് ഗണപതി ഭഗവാൻ ശാപമോക്ഷം നൽകിയ ദിവസമാണിത്. ആയതിനാൽ തന്നെ ഈ ദിവസം പ്രാർത്ഥിക്കുന്നവർക്ക് ചന്ദ്രന്റെ അനുഗ്രഹവും ലഭിക്കും. അപ്പോൾ ഏവർക്കും ഗണപതി ഭഗവാന്റെ അനുഗ്രഹത്താൽ സങ്കടഹര ചതുർത്ഥി ആചരിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.